കർക്കടക മാസം കുട്ടികൾ കെട്ടിയാടുന്ന അപൂർവ തെയ്യമായ വേടനെ പറ്റി കൂടുതൽ അറിയാം ഇന്നത്തെ ഈ വീഡിയോയിൽ. ശക്തമായി മഴ പെയ്യുന്ന ഈ കർക്കടക മാസത്തിൽ ഒരു തെയ്യം കാണാൻ പോയാലോ? കുട്ടികൾ കെട്ടിയാടുന്ന അപൂർവ തെയ്യമായ വേടനെ കാണാനായി ഞാനിന്ന് പോകുന്നത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന കക്കോത്ത് ഭഗവതി ക്ഷേത്രത്തിലാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല മഴ പെയ്തിരുന്നു. നല്ല മഴ പെയ്തതുകൊണ്ട് റോഡ് മുഴുവൻ നനഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഈ തെയ്യം കാണാൻ പോകുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പ്രജീഷ് ഏട്ടൻ്റെ മകൾ അലൈന ആദ്യമായിട്ടാണ് വേടൻ തെയ്യം കാണാൻ പോകുന്നത്. കാലത്തൊരു 7:30 ആകുമ്പോഴേക്ക് ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഞങ്ങൾ എത്തിയിരുന്നു. നല്ല മഴ പെയ്തതുകൊണ്ട് കൈത്തോടൊക്കെ നിറഞ്ഞൊഴുകിയിരുന്നു. സ്വിമ്മിംഗ് വളരെ ഇഷ്ടമുള്ള അലൈനയ്ക്ക് തോടിലൊന്ന് ഇറങ്ങണമെന്നായി. വേടൻ ഒരുങ്ങുന്നത് വളരെ ആകാംക്ഷയോടെ വീക്ഷിക്കുകയാണ് അലൈന. 2 വേടന്മാരാണ് ഇന്നിവിടെ കെട്ടിയാടുന്നത്. വീട്ടിൽ നിന്ന് അണിഞ്ഞൊരുങ്ങിയതിനു ശേഷം നേരെ കാവിലേക്കാണ് പോകുന്നത്. വേടന്മാരുടെ കൂടെ കാവിനെ ലക്ഷ്യം വെച്ച് ഞങ്ങളും നടക്കുകയാണ്. വളരെ കൗതുകത്തോടു കൂടി എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ട് പ്രജീഷാട്ടൻ്റെ കൈയും പിടിച്ച് അലൈനയും പുറകിൽ നടക്കുന്നുണ്ട്. കാവിലെത്തിയാലാണ് വേടൻ പാട്ട് പാടുന്നത്. പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് വേടന്മാർ ചുവട് വയ്ക്കുന്നു. അർജുനന് പാശ്വതാസ്ത്രം കൊടുക്കാൻ വേണ്ടി ഉള്ള ഒരു തീരുമാനം. അങ്ങനെ വേടരൂപമായിട്ട് പരമശിവൻ നായാടുകയും അർജുനൻ വേറൊരു രൂപത്തിൽ അർജുനൻ അങ്ങനെ വനത്തിലൂടെ നടന്ന് പോകുന്ന സമയത്ത് രണ്ടുപേരും കാണാനിടയിൽ അങ്ങനെ പന്നീൻ്റെ രൂപത്തിൽ മൂകാസുരൻ എന്ന് പറയുന്ന അസുരൻ പന്നിയുടെ രൂപത്തിൽ വരുന്ന സമയത്ത് മാർഗമധ്യേ രണ്ടാളും ആ പന്നീനെ കണ്ടു. അപ്പോൾ അവിടുന്ന് പന്നീനെ എയ്തു, അർജുനനും എയ്തു, ഭഗവാനും എയ്തു. അപ്പോൾ അതിൽ എൻ്റെതാണ് അമ്പ് കൊണ്ടിരുന്നതെന്ന് പറയുന്നത്. അർജുനൻ പറഞ്ഞു എൻ്റെ അമ്പാത്, പരമശിവൻ പറഞ്ഞു, വേടൻ പറഞ്ഞു എൻ്റെ അമ്പാ കൊണ്ടിരുന്നു. അങ്ങനെ രണ്ടുപേരും ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെട്ടു. അസ്ത്രം കൊണ്ട് തീർന്നു. പിന്നെ ദ്വന്ദ്വയുദ്ധത്തിൽ അങ്ങനെ ഒത്തിപ്പിടിവിട്ട് രണ്ടാളും കൂടി ഭൂമിയിൽ പതിക്കുമ്പം അവിടെ നിന്ന് ഭഗവാന്റെ പൂർണ്ണരൂപം കാണിച്ചു കൊടുത്ത് എന്നുള്ള ഒരു കഥയുണ്ട്. പിന്നീടുള്ള കാലങ്ങളിൽ അത് നമ്മൾ ഋഷിപുത്രന്മാരായിരിക്കുന്ന നമ്മളെ മലയന്മാർക്ക് അപ്പോൾ പരമശിവന് കണ്ണേർ ദോഷം തട്ടി. അപ്പോൾ കണ്ണേർ ദോഷം തീർക്കാൻ വേണ്ടിയിട്ട് അനവധിയായിരിക്കുന്ന ആൾക്കാരെല്ലാം പോയെങ്കിലും അതൊന്നും സാധിക്കാത്ത സമയത്ത് ഭാരതപ്പുറ്റും ഭാരത മണിപ്പുറ്റെന്ന് 2 പുറ്റകം ഉണ്ടാക്കി ഭഗവാൻ. അതിൽ നിന്ന് ഭാരതപ്പെരുമലയനും ഭാരതപ്പെരുമലയും 2 ആൾക്കാരെ സൃഷ്ടിച്ചു. യോനി ദൃഷ്ടില്ലാതെ ഞങ്ങളെ സൃഷ്ടിച്ചു, നമ്മളെ പൂർവികന്മാരെ. അപ്പം അന്ന് അവരെ ആ ഒരു വിഷമതിയെല്ലാം തീർന്നതിന് ശേഷം വരദാനമായിട്ട് പറഞ്ഞ് എൻ്റെ ഈ പിറന്നാമം പറഞ്ഞ് കർക്കിടക മാസം, അതായത് ആദ്യം വ്യാധി ഉള്ളതായിരിക്കുന്ന മാസം, ആടിമാസക്കാലം എൻ്റെ പേരും പറഞ്ഞ് എൻ്റെ ഈ രൂപത്തെ ധരിപ്പിച്ച് നിങ്ങൾ വീട് വിടാന്തരം കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നെന്നുള്ളതായിരിക്കുന്ന അന്നത്തിൻ്റെ വഴി ഉണ്ടാവും എന്ന് പറഞ്ഞ് നമുക്ക് വരവും തന്ന അങ്ങനെ ഇതായ ഒരു കഥയുണ്ട്. നമ്മളെ വേടൻ പാട്ട് അതിന്നും കാലാകാലങ്ങളായിട്ട് അച്ഛനച്ചാച്ചന്മാർ മുതൽ ഇന്നിപ്പം നമ്മൾ വരെത്തി
കർക്കടകത്തിലെ ആദികളും വ്യാധികളും മാറ്റാൻ വീടുകൾ തോറും സന്ദർശിക്കുകയാണ് ഈ കുഞ്ഞു വേടന്മാർ. അലേന വേടനെ കണ്ടില്ലേ ഇന്ന്? എങ്ങനെയുണ്ട് ഫസ്റ്റ് വേടൻ എക്സ്പീരിയൻസ്? ഇന്നലെ ഡയറിയിൽ എഴുതാനുള്ള കിട്ടിയില്ലേ? വേടനെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് പ്രജീഷേട്ടൻ്റെ വീട്ടിലേക്കായിരുന്നു. തെങ്ങിൽ കയറി ഒരു ഇളനീർ പറിച്ചു തന്നു പ്രജീഷേട്ടൻ എനിക്ക്. എന്നെ കൗതുകപ്പെടുത്തിയത് ഈ തെങ്ങിൽ കയറുന്ന മെഷീനായിരുന്നു. സിമ്പിളായിട്ട് കയറാം അല്ലേ? അടിപൊളി. കോവിഡ് കാലത്ത് വീട്ടിലുള്ള പഴയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് പ്രജീഷേട്ടൻ സ്വയം നിർമ്മിച്ചതാണ് ഈ കാണുന്ന തെങ്ങിൽ കയറുന്ന മെഷീൻ. ബെൽറ്റാണ്. അതായത് ഈ കാലിന്റെ സാധനം അഥവാ ഇളകിയിട്ട് നമുക്ക് കാലില്ലാണ്ട് ഇറക്കാൻ കഴിയില്ല. അതെ അതെ. അതുകൊണ്ടാ ഇത് അയക്കാല പെട്ടെന്നല്ല. ഓക്കെ ഓക്കെ. ഇത് ഈ നട്ടും ബോൾട്ടും ഊരിയാൽ മതി. ഈ നട്ടും ബോൾട്ട് ഊരിയാൽ തന്നെ അപ്പോൾ തന്നെ ഊരിയെടുക്കാം. വന്നില്ലേ? അതെ അതെ, സിമ്പിളായിട്ട് ഇതാക്കാം. ബൈക്കിന്റെ ചെയിനാണല്ലേ? ഓക്കെ ഓക്കെ. വേറെ തെങ്ങിലേക്ക് വേണ്ടെങ്കിൽ നേരെ കൊണ്ടുപോയിട്ട് ടൈറ്റ് ആക്കി കൊടുക്കാം. കയ്യോ ടൈറ്റ് ആക്കി. ഇവിടുന്ന് ഊരുക. അപ്പോൾ ഇത് പ്രജീഷേട്ടാ ഇത് കോവിഡ് സമയത്ത് ആക്കിയതാ ഇത്? കോവിഡ് ടൈമിൽ. ഓക്കെ ഓക്കെ. ഇത്ര ഡിസ്റ്റൻസ് വേണോ രണ്ടും തമ്മിൽ? കാല് മുട്ട് മടക്കേണ്ട ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഓക്കെ ഓക്കെ. രണ്ടും കൂടി കണക്ട് ചെയ്ത് കൊടുക്കുക ബെൽറ്റ് വെച്ചിട്ടല്ലേ? ഓക്കെ ഓക്കെ. അതാകുമ്പോൾ അത് കറക്റ്റ് കണക്റ്റഡായി നിന്നോളൂ. ഈ മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് പ്രജീഷേട്ടൻ തന്നെ ഇന്ന് നേരിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ ഓക്കെ. കാലിനെ കൊണ്ട് ജസ്റ്റ് പൊന്തിച്ച് കൊടുത്താൽ മതി. അടിപൊളി അടിപൊളി. താഴോട്ടേക്ക് ഇങ്ങനെ. ഓക്കെ ഓക്കെ. സാധാരണ നിന്നിട്ടുള്ള നമ്മുടെ മെഷീനല്ല കണ്ടിട്ടുള്ളത്, ഇത് ഇരുന്നിട്ട് കംഫർട്ടായിട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. എന്തായാലും സംഭവം അടിപൊളിയാക്കിന്. ഈ മെഷീൻ കണ്ടപ്പോൾ തെങ്ങിൽ കയറണമെന്ന് എനിക്കും വലിയൊരു ആഗ്രഹം തോന്നി. അങ്ങനെയാണ് മഴയൊന്നും വകവെക്കാണ്ട് ഞാനും തെങ്ങിന് മുകളിലേക്കൊന്ന് കയറി നോക്കിയത്. അപ്പോൾ തെങ്ങിന് മുകളിൽ കയറിയിട്ടുള്ള വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.